everyone, welcome to Kids Area Online. നാളെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയായിരുന്നോ? നാളെ ഇംഗ്ലീഷ് ആണല്ലേ? അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നൽകുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സീറ്റ് വളരെ കുറവാണ്. ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. 9746487799. ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺവെർസേഷൻ ആണ്. ഇൻ ദ മോർണിംഗ് സാഷ വെന്റ് ടു ദ കിച്ചൺ ആൻഡ് saw her father making ഉണ്ണിയപ്പം. Complete the conversation between Sasha and her father. സാഷ ഉറക്കമുണർന്നപ്പോൾ നല്ല മണമാണ്. നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ പോയപ്പോൾ എന്താ കണ്ടേ? അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ് കണ്ടത്. അപ്പോൾ കോൺവെർസേഷൻ്റെ 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. ഫാദർ, ഗുഡ് മോർണിംഗ് സാഷ. സാഷ, ഗുഡ് മോർണിംഗ് അച്ഛൻ. വാട്ട് ആർ യു മേക്കിംഗ്? എന്താണ് ഉണ്ടാക്കുന്നത്? ബാക്കി കോൺവെർസേഷൻ നമ്മൾ എഴുതണം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? അങ്ങനെ ഒരു സന്ദർഭമാണെങ്കിൽ അച്ഛനും സാഷയും തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെ എഴുതാം? ഫാദർ, ഗുഡ് മോർണിംഗ് സാഷ. സാഷ, ഗുഡ് മോർണിംഗ് അച്ഛൻ. അല്ലെങ്കിൽ അച്ഛ, വാട്ട് ആർ യു മേക്കിംഗ്? എന്താണ് ഉണ്ടാക്കുന്നത്? വാട്ട് ആർ യു മേക്കിംഗ്? എന്താണ് ഉണ്ടാക്കുന്നത്? ഫാദർ, ഐ ആം മേക്കിംഗ് ഉണ്ണിയപ്പം ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഐ ആം മേക്കിംഗ് ഉണ്ണിയപ്പം ഫോർ യു. സാഷ, വാവ്, ഇറ്റ് സ്മെൽസ് സോ നൈസ്. വാവ്, ഇതിൻ്റെ മണം വളരെ നല്ലതാണ്. ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഫാദർ, ടേക്ക് സം ഫോർ യുവർ ഫ്രണ്ട്സ് ടു. കുറച്ച് നിന്റെ കൂട്ടുകാർക്കും കൊണ്ടുപോയിക്കോളൂ. സാഷ, താങ്ക് യു അച്ഛ. ദേ വിൽ ബി വെരി ഹാപ്പി. അവർ വളരെ സന്തോഷത്തിലാകും. നന്ദി പറയാണ് അച്ഛനോട്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ ഫാദർ എന്താ ആദ്യം പറയാ? ഗുഡ് മോർണിംഗ് സാഷ. സാഷ എന്താ പറയാ? ഗുഡ് മോർണിംഗ് അച്ഛ. വാട്ട് ആർ യു മേക്കിംഗ്? എന്താണ് ഉണ്ടാക്കുന്നത്? വാട്ട് ആർ യു മേക്കിംഗ്? ഫാദർ, ഐ ആം മേക്കിംഗ് ഉണ്ണിയപ്പം ഫോർ യു. ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ്. നിനക്ക് വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഐ ആം മേക്കിംഗ് ഉണ്ണിയപ്പം ഫോർ യു. സാഷ, വാവ്, ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഇതിൻ്റെ മണം വളരെ നല്ലതായി. ഇറ്റ് സ്മെൽസ് സോ നൈസ്. ഫാദർ, ടേക്ക് സം ഫോർ യുവർ ഫ്രണ്ട്സ് ടു. ടേക്ക്, എടുത്തോളൂ. സം, കുറച്ച് എടുത്തോളൂ. ടേക്ക് സം, കുറച്ച് എടുത്തോളൂ. ഫോർ യുവർ ഫ്രണ്ട്സ്, നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി എടുത്തോളൂ. ടു, നിന്റെ കൂട്ടുകാർക്കും വേണ്ടി കുറച്ച് എടുത്തോളൂ. ടേക്ക് സം ഫോർ യുവർ ഫ്രണ്ട്സ് ടു. സാഷ, താങ്ക് യു അച്ഛ. നന്ദി പറയാണ്. താങ്ക് യു അച്ഛ. ദേ വിൽ ബി വെരി ഹാപ്പി. അവർക്ക് വളരെ സന്തോഷമാകും. ദേ വിൽ ബി വെരി ഹാപ്പി. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷൻ എഴുതാം. ഇനി മറ്റൊരു കോൺവെർസേഷൻ നോക്കാം. Anupama teacher is talking to the headmaster about admitting Kabita to the school. Anupama teacher headmasteroട് കവിതയ്ക്ക് അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. Complete the conversation between Anupama teacher and the headmaster. Anupama ടീച്ചറും ഹെഡ്മാസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ തുടക്കത്തിലുള്ള 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അനുപമ ടീച്ചർ, ഗുഡ് മോർണിംഗ് സർ. ഹെഡ്മാസ്റ്റർ, ഗുഡ് മോർണിംഗ് അനുപമ ടീച്ചർ. ബാക്കി എന്ത് ചെയ്യണം? എഴുതണം. എന്തിനെക്കുറിച്ചാണ്? സ്കൂളിൽ കവിതയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അനുപമ ടീച്ചർ, ഗുഡ് മോർണിംഗ് സർ. ഹെഡ്മാസ്റ്റർ, ഗുഡ് മോർണിംഗ് അനുപമ ടീച്ചർ. അനുപമ ടീച്ചർ, സർ, ദിസ് ഈസ് കവിത. സർ, ദിസ് ഈസ് കവിത. ഇതാരാണ്? കവിതയാണ്. ഷീ വാണ്ട്സ് ടു ജോയിൻ അവർ സ്കൂൾ. അവൾ നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു ജോയിൻ അവർ സ്കൂൾ. സർ, ദിസ് ഈസ് കവിത. ഷീ വാണ്ട്സ് ടു ജോയിൻ അവർ സ്കൂൾ. ഷീ വാണ്ട്സ് ടു, അവൾ ആഗ്രഹിക്കുന്നു. ടു ജോയിൻ, ജോയിൻ ചെയ്യാൻ. അവർ സ്കൂൾ, നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നു. ഹെഡ്മാസ്റ്റർ, വെൽക്കം ഡിയർ. സ്വാഗതം ചെയ്യാണ്. ഹൂ ബ്രോട്ട് ഹെർ ഹിയർ? ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? ഹൂ ബ്രോട്ട് ഹെർ ഹിയർ? ഹൂ ബ്രോട്ട് ഹെർ ഹിയർ? അനുപമ ടീച്ചർ, സാഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് ഹെർ. സാഷയും നവീനുമാണ് അതിനായി അവളെ സഹായിച്ചത്. സാഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് ഹെർ. ഹെഡ്മാസ്റ്റർ, വെരി ഗുഡ്. വി വിൽ ഗീവ് ഹെർ എ യൂണിഫോം ടുഡേ. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവൾക്കൊരു യൂണിഫോം കൊടുക്കാം. ഇന്ന് തന്നെ നമുക്ക് ഇവൾക്ക് യൂണിഫോം കൊടുക്കാമെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അനുപമ ടീച്ചറും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷനാണ്.
അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. എങ്ങനെ പറയാം? അനുപമ ടീച്ചർ, ഗുഡ് മോർണിംഗ് സർ. ഹെഡ് മാസ്റ്റർ, ഗുഡ് മോർണിംഗ് അനുപമ ടീച്ചർ. അനുപമ ടീച്ചർ, സർ, ദിസ് ഈസ് കവിത. ഷീ വാണ്ട്സ് ടു ജോയിൻ അവർ സ്കൂൾ. ഹെഡ് മാസ്റ്റർ, വെൽക്കം ഡിയർ. ഹൂ ബ്രോട്ട് ഹെർ ഹിയർ? അനുപമ ടീച്ചർ, സാഷ ആൻഡ് നവീൻ ഹെൽപ്ഡ് ഹെർ. ഹെഡ് മാസ്റ്റർ, വെരി ഗുഡ്. വി വിൽ ഗീവ് ഹെർ എ യൂണിഫോം ടുഡേ. ഇന്ന് തന്നെ ഇവൾക്ക് നമുക്ക് കവിതയ്ക്ക് യൂണിഫോം കൊടുക്കാം എന്ന് പറയുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ് ആൻഡ് റൈറ്റ് ആണേ. നിങ്ങൾക്കൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ടാവും. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, 5 ചോദ്യങ്ങളുണ്ടാവും. അതിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ഒരു എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. റീഡ് ആൻഡ് റൈറ്റ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ എഴുതിയിട്ടുള്ളതാണ്. ദ ഫ്രണ്ട്ലി എലിഫന്റ്, സൗഹൃദമുള്ള ഒരു ആന. ഇറ്റ് വാസ് എ ക്വൈറ്റ് മോർണിംഗ് ഇൻ ദ ഗ്രീൻ ഫോറസ്റ്റ്. ഗ്രീൻ ഫോറസ്റ്റിലെ ഒരു ശാന്തമായ പ്രഭാതം. എ ലിറ്റിൽ റാബിറ്റ് നെയ്മഡ് ബിൻറ്റു വാസ് സെർച്ചിങ് ഫോർ ക്യാരറ്റ്സ്. ഒരു ചെറിയ റാബിറ്റ് ബിൻറ്റു എന്ത് ചെയ്യാണ്? ക്യാരറ്റ് സെർച്ച് ചെയ്യാണ്, തിരഞ്ഞു നടക്കുവാണ്. ഓ നോ, ഐ ആം ലോസ്റ്റ്. അയ്യോ, എനിക്ക് വഴിതെറ്റി. ക്രൈഡ് ബിൻറ്റു. ബിൻറ്റു കരയാൻ തുടങ്ങി, എനിക്ക് വഴിതെറ്റി. ഹി സാറ്റ് അണ്ടർ എ ബിഗ് ട്രീ ആൻഡ് സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അവൻ എന്ത് ചെയ്തു? ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിങ്ങിക്കരയാൻ തുടങ്ങി. എ ജെന്റിൽ ജൈന്റ് എലിഫന്റ് നെയ്മഡ് അപ്പു വാസ് വാക്കിംഗ് നിയർ ബൈ. അവിടെ അവൻ്റെ അടുത്തേക്ക് ഒരു വലിയൊരു ആന നടന്നു വന്നു. അപ്പു ഹേർഡ് ദ റാബിറ്റ് ക്രൈയിങ് ആൻഡ് സ്റ്റോപ്ഡ്. അപ്പു എന്ത് ചെയ്തു? അപ്പു ഈ മുയൽ കരയുന്നത് കേട്ട് അവിടെ നിന്നു. ഡോണ്ട് ക്രൈ ലിറ്റിൽ റാബിറ്റ്, കരയല്ലേ. വാട്ട് ഹാപ്പൻഡ് ആസ്ക്ഡ് അപ്പു. അപ്പു ചോദിച്ചു, എന്താ സംഭവിച്ചേ? വാട്ട് ഹാപ്പൻഡ്? ഐ കനോട്ട് ഫൈൻഡ് മൈ വേ ബാക്ക് ഹോം സെഡ് ബിൻഡു സോഫ്റ്റ്ലി. ബിൻഡു പതിയെ പറഞ്ഞു, എനിക്ക് തിരികെ പോകാനുള്ള വഴി അറിയില്ല, വഴി കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പു സ്മൈൽ വാംലി. ഡോണ്ട് വെറി, ഹോപ്പ് ഓൺ മൈ ബാക്ക്. ബിൻഡു എന്ത് ചെയ്തു പറഞ്ഞു? വിഷമിക്കേണ്ട, നീ എൻ്റെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നീ എൻ്റെ പുറത്തേക്ക് കയറിക്കോളൂ എന്ന് പറയാണ്. ബിൻഡു ക്ലൈംഡ് ഓൺ ടു അപ്പൂസ് ബാക്ക്. ബിൻഡു അപ്പുവിൻ്റെ പുറകിൽ കയറി. അപ്പു വാക്ക് ത്രൂ ദ ടോൾ ഗ്രാസ് ആൻഡ് ലിഫ്റ്റഡ് ഹിസ് ലോങ് ട്രങ്ക് ഹൈ ടു ലുക്ക് അറൗണ്ട്. അപ്പു എന്ത് ചെയ്തു? ഉയർന്ന പുൽക്കാടുകളിലൂടെ നടന്ന്, ഈ ടോൾ ഗ്രാസ് പുല്ല് കൊണ്ടുള്ള കാടുകളിലൂടെ നടന്ന് തൻ്റെ തുമ്പിക്കൈ ഉയർത്തി പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. സൂൺ ദേ റീച്ച് ദ റാബിറ്റ്സ് കോസി ബുറോ. അങ്ങനെ മുയലിൻ്റെ സ്ഥലത്തെത്തി, ബുറോയുടെ അടുത്തെത്തി. ഓൾ ദ റാബിറ്റ്സ് കെയിം ഔട്ട് ആൻഡ് ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. എല്ലാ മുയലുകളും പുറത്തുനിന്ന് സന്തോഷത്തോടെ കൈയടിച്ചു. താങ്ക് യു അപ്പു, യു ആർ ട്രൂ ഫ്രണ്ട് സെഡ് ബിൻഡു വിത്ത് എ ബിഗ് സ്മൈൽ. നല്ലൊരു പുഞ്ചിരിയോടുകൂടെ അപ്പുവിനോട് പറഞ്ഞു, നന്ദി അപ്പു, നീയാണ് ശരിയായ കൂട്ടുകാരൻ, നീയാണ് നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പു വേവ്ഡ് ഹിസ് ട്രങ്ക് ഹാപ്പിലി ആൻഡ് സെഡ് എ ഫ്രണ്ട് ഈസ് നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. അപ്പു സന്തോഷത്തോടെ തുമ്പിക്കൈ വീശിക്കൊണ്ട് പറഞ്ഞു, ആവശ്യത്തിന് സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. അപ്പോൾ ഇതാണ് സ്റ്റോറി. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, വേർ വാസ് ദ ലിറ്റിൽ റാബിറ്റ് സെർച്ചിങ് ഫോർ ക്യാരറ്റ്സ്? റാബിറ്റ് ക്യാരറ്റ് സെർച്ച് ചെയ്തത് എവിടെയാണ് സെർച്ച് ചെയ്തത്? ആദ്യം പറഞ്ഞല്ലോ, ആദ്യത്തെ സെന്റൻസിലുണ്ട് ഇൻ ദ ഗ്രീൻ ഫോറസ്റ്റ്. എവിടെയായിരുന്നു? ഗ്രീൻ ഫോറസ്റ്റിലാണ് സെർച്ച് ചെയ്തത്. ഓ നോ, ഐ ആം ലോസ്റ്റ്. ഓ നോ, എനിക്ക് വഴിതെറ്റി. ഹൂ സെഡ് ദിസ്? ഇതാരാ പറഞ്ഞേ? റാബിറ്റ് അല്ലെങ്കിൽ ബിൻഡു എന്ന് എഴുതിയാൽ ശരിയാണ്. റാബിറ്റ് എന്ന് എഴുതാം, ബിൻഡു എന്ന് എഴുതാം, രണ്ടും ശരിയാണ്. ദ റാബിറ്റ് വാസ് വീപ്പിംഗ് അണ്ടർ ദ ബിഗ് ട്രീ ബിക്കോസ് ഹി വാസ് റാബിറ്റ്. ആ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വിങ്ങിക്കരയാണ്. കാരണം അവൻ എന്തു പറ്റി? ലോസ്റ്റ്, വഴി മറന്നു, വഴി കാണാനില്ല, വഴി മറന്നുപോയി. അപ്പോൾ അതാണ് അവിടെ എഴുതാനുള്ളത്. ലോസ്റ്റ് എന്നാണ് എഴുതാനുള്ളത്. ഹൗ ഡിഡ് അപ്പു ഹെൽപ്പ് ബിൻഡു റീച്ച് ഹിസ് ഹോം? അപ്പു എങ്ങനെയാ ബിൻഡുവിനെ വീട്ടിലെത്തിച്ചത്? ഹി ക്യാരിഡ് ബിൻഡു ഓൺ ഹിസ് ബാക്ക്. എന്ത് ചെയ്തു? അപ്പു അവൻ്റെ ബാക്കിൽ ബിൻഡുവിനെ ഇരുത്തിയാണ് വീട്ടിലെത്തിച്ചത്. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ക്രൈയിങ് സോഫ്റ്റ്ലി. പതിയെ കരഞ്ഞു എന്നതിന് ഇവിടെ ഏത് വാക്കാണ് സ്റ്റോറിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്? വീപ്പിംഗ്, വിങ്ങിക്കരയ. വീപ്പിംഗ്, പതിയെ കരയുന്നതാണ് വീപ്പിംഗ്. ആ ഒരു വീപ്പിംഗ് എന്ന വേർഡാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. കവിത വാസ് സിംഗിങ് ദ ടീച്ചേഴ്സ് സോങ് അണ്ടർ ദ ട്രീ. സഡൻലി ഷീ saw Sasha and Naveen watching her.
വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് കവിത അറ്റ് ദാറ്റ് ടൈം? തോട്ട്സ് ആണ് എഴുതുന്നത്. കവിത ആ അനുപമ ടീച്ചർ പഠിപ്പിച്ച പാട്ട് പാടിയത് ആര് കേട്ടു? ആര് കണ്ടു? സാക്ഷിയും നവീനും കണ്ടു. സാക്ഷിയും നവീനും നോക്കുന്നത് കണ്ടു. അപ്പോൾ കവിതയുടെ മനസ്സിൽ വന്ന ചിന്തകൾ എന്തെല്ലാമായിരിക്കാം? ഓ, ദ സ്കൂൾ ചിൽഡ്രൻ ആർ വാച്ചിങ് മീ. സ്കൂൾ കുട്ടികൾ എന്നെ നോക്കുന്നു. ഓ, ദ സ്കൂൾ ചിൽഡ്രൻ ആർ വാച്ചിങ് മീ. ആ സ്കൂൾ കുട്ടികൾ എന്നെ നോക്കുന്നു. ഡിഡ് ദേ ഹിയർ മീ സിംഗിങ് ദെയർ ടീച്ചേഴ്സ് സോങ്? അവരുടെ ടീച്ചർ പഠിപ്പിച്ച പാട്ട് ഞാൻ പാടിയതവർ കേട്ടിട്ടുണ്ടാവോ? ഡിഡ് ദേ ഹിയർ മീ സിംഗിങ്? ഞാൻ പാടിയതവർ കേട്ടിട്ടുണ്ടാവോ? ദെയർ ടീച്ചേഴ്സ് സോങ്? അവരുടെ ടീച്ചറിൻ്റെ പാട്ട് ഞാൻ പാടിയതവർ കേട്ടിട്ടുണ്ടാവോ? നവീൻ സെഡ് ദാറ്റ് ഐ സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ പറയുന്നു ഞാൻ നന്നായിട്ട് പാടിയെന്ന്. ദേ ആർ സ്മൈലിംഗ് അറ്റ് മീ ജെന്റ്ലി. അവർ നല്ല രീതിയിൽ എന്നോട് പുഞ്ചിരിച്ചു. ദേ ആർ നോട്ട് ആംഗ്രി വിത്ത് മീ. അവർക്ക് എന്നോട് ദേഷ്യമില്ല. ഐ ഹോപ്പ് ദേ വിൽ ടോക്ക് ടു മീ അഗൈൻ. എനിക്ക് തോന്നുന്നു അവരെന്നോട് വീണ്ടും സംസാരിക്കാൻ നോക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് കവിതയുടെ ആ സമയത്തുള്ള ചിന്തകൾ. എന്താണ് സന്ദർഭം മനസ്സിലായല്ലോ? കവിത അവരുടെ സാക്ഷിയുടെ ക്ലാസ്സിൽ പഠിപ്പിച്ച പാട്ട് കവിത പാടുകയാണ്. അപ്പോൾ ഇതാര് കേൾക്കുകയാണ്? സാക്ഷിയും നവീനും കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് കവിതയുടെ മനസ്സിൽ വന്ന ചിന്തകൾ. ഓ, ദ സ്കൂൾ ചിൽഡ്രൻ ആർ വാച്ചിങ് മീ. സ്കൂൾ കുട്ടികൾ എന്നെ നോക്കുന്നു. ദ സ്കൂൾ ചിൽഡ്രൻ ആർ വാച്ചിങ് മീ. എന്നെ നോക്കുന്നു. ഡിഡ് ദേ ഹിയർ മീ സിംഗിങ്? അവർ കേട്ട് കാണോ ഞാൻ പാടിയത്? ദെയർ ടീച്ചേഴ്സ് സോങ്? അവരുടെ ടീച്ചറിൻ്റെ സോങ് പാടിയത് ഞാൻ പാടിയത് അവർ കേട്ടിട്ടുണ്ടാവോ? നവീൻ സെഡ് ദാറ്റ് ഐ സിംഗ് ബ്യൂട്ടിഫുള്ളി. നവീൻ പറഞ്ഞു ഞാൻ നന്നായിട്ട് പാടിയെന്ന്. ദേ ആർ സ്മൈലിംഗ് അറ്റ് മീ ജെല്ലി. അവരെന്നോട് സ്മൈൽ ചെയ്തു, പുഞ്ചിരിച്ചു. ദേ ആർ നോട്ട് ആംഗ്രി വിത്ത് മീ. അവർക്ക് എന്നോട് ദേഷ്യമില്ല. ഐ ഹോപ്പ് ദേ വിൽ ടോക്ക് ടു മീ അഗൈൻ. എനിക്ക് തോന്നുന്നു അവർക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ട്. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി വീണ്ടും ഒരു തോട്ട് നമുക്ക് നോക്കാം. 5ാമത്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ സ്റ്റാൻഡിങ് അറ്റ് ദ വിൻഡോ. But the girl ran away without taking it. What were the thoughts of Sasha at that moment? സാഷ ആ ജനലിനടുത്തുന്ന പെൺകുട്ടിക്ക് കവിതയ്ക്ക് ഉണ്ണിയപ്പം നീട്ടിയല്ലേ, പക്ഷെ ആ പെൺകുട്ടി വാങ്ങാതെ ഓടിപ്പോയി. ആ സമയത്ത് സാഷയ്ക്ക് വന്ന ചിന്തകൾ എന്തെല്ലാമാണ്? Why did that girl run away? Why did that girl run away? എന്താണ് ആ പെൺകുട്ടി ഓടിപ്പോയത്? Why did that girl run away? എന്തിനാണ് ആ പെൺകുട്ടി ഓടിപ്പോയത്? I just wanted to share my ഉണ്ണിയപ്പം with her. ഞാൻ എൻ്റെ ഉണ്ണിയപ്പം അവൾക്കും കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. She looked very hungry. അവൾ വളരെ ഹംഗ്രി ആയിട്ട് വിശക്കുന്നവളായിട്ട് എനിക്ക് തോന്നി. ഞാൻ ടയേർഡ്, നല്ല ക്ഷീണത്തിലുമാണ് എനിക്ക് തോന്നി. അവൾ അങ്ങനെയാണ് കാണപ്പെട്ടത്. ആരാ കാണപ്പെട്ടത്? കവിത. Her clothes are torn too. അവളുടെ ഉടുപ്പെല്ലാം കീറിയിരിക്കുന്നു. Poor girl, പാവപ്പെട്ട പെൺകുട്ടി. Where does she live? അവൾ എവിടെയാ താമസിക്കുന്നേ? I hope I can see her again and help her. എനിക്ക് തോന്നുന്നു എനിക്ക് അവളെ വീണ്ടും കാണാൻ പറ്റും, എനിക്ക് അവളെ സഹായിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ആ സമയത്ത് സാക്ഷിയുടെ മനസ്സിൽ വന്ന ചിന്തകൾ. Why did that girl run away? എന്തിനാണ് ആ പെൺകുട്ടി ഓടിപ്പോയത്? I just wanted to share my ഉണ്ണിയപ്പം with her. ഞാൻ എൻ്റെ ഉണ്ണിയപ്പം അവളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു. She looked very hungry and tired. അവൾ വളരെ വിശപ്പുള്ളവളായിട്ടും ക്ഷീണതയായിട്ടും കാണപ്പെട്ടു. Her clothes are torn too. അവളുടെ തുണികളൊക്കെ കീറിയിരിക്കുവാണ്. Poor girl, പാവം പെൺകുട്ടി. Where does she live? അവൾ എവിടെയായിരിക്കും താമസിക്കുന്നേ? I hope I can see her again. എനിക്ക് തോന്നുന്നു വീണ്ടും എനിക്ക് അവളെ കാണാൻ പറ്റും. And help her. എനിക്ക് അവളെ സഹായിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് സാക്ഷിയുടെ മനസ്സിൽ വന്ന ചിന്തകൾ. 6ാമത്തെ ചോദ്യം. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് കവിത. കവിതയെക്കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് എഴുതുക. കവിത വാസ് എ പുവർ ലിറ്റിൽ ഗേൾ. കവിത പാവപ്പെട്ട ചെറിയൊരു പെൺകുട്ടിയാണ്. കവിത വാസ് എ പുവർ ലിറ്റിൽ ഗേൾ. കവിത ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഷീ ഹാഡ് മെസ്സി ഹെയർ ആൻഡ് ഓർ ടോൺ ക്ലോത്ത്സ്. എന്താണ്? അവളുടെ പാറിപ്പറന്ന് കിടക്കുന്ന മുടി, പിന്നെന്താണ്? കീറിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഷീ ലവ്ഡ് ഹെർ ലിറ്റിൽ ബ്രദർ വെരി മച്ച്. അവൾ അവളുടെ അനിയനെ നല്ലതുപോലെ സ്നേഹിക്കുന്നു. കവിത ഹാഡ് എ സ്വീറ്റ് വോയിസ് ആൻഡ് സാങ് ബ്യൂട്ടിഫുള്ളി. കവിതയ്ക്ക് നല്ല മനോഹരമായ ശബ്ദമുണ്ട്, നന്നായിട്ട് പാടും. ഷീ ലേൺഡ് അനു ടീച്ചേഴ്സ് സോങ് വെരി ക്വിക്ക്ലി. അവൾ എന്ത് ചെയ്തു? വളരെ വേഗത്തിൽ അനുപമ ടീച്ചറിൻ്റെ പാട്ട് പഠിച്ചെടുത്തു. സാഷ ഗിഫ്റ്റഡ് ഹെർ എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ അവൾക്കൊരു ചിത്രകഥാ ബുക്ക് നൽകി. കവിത വാസ് വെരി ഹാപ്പി ടു ജോയിൻ ദ സ്കൂൾ.
കവിത നമ്മുടെ കവിതയെ സ്കൂളിൽ ചേർത്തപ്പോൾ കവിതയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഷീ ലുക്ക് നീറ്റ് ആൻഡ് ബ്രൈറ്റ് ഇൻ ഹെർ ന്യൂ സ്കൂൾ യൂണിഫോം. അവൾ ആ പുതിയ സ്കൂൾ യൂണിഫോം ഇട്ട് ആ കവിതയെ നല്ല നീറ്റായിട്ടും ബ്രൈറ്റായിട്ടും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കവിതയെക്കുറിച്ചുള്ള ഷോർട്ട് പാരഗ്രാഫ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ. കവിത ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്നുണ്ട്. ഹെയർ എങ്ങനെയാണ്, ക്ലോത്ത്സ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അനിയനെ നല്ലതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല വോയിസാണ്, നന്നായിട്ട് പാടുമെന്ന് പറയുന്നുണ്ട്. അനുപമ ടീച്ചറിൻ്റെ പാട്ട് വേഗം പഠിച്ചെടുത്തു എന്ന് പറയുന്നു. സാഷ കവിതയ്ക്ക് ഒരു സ്റ്റോറി ബുക്ക് കൊടുത്തു എന്ന് പറയുന്നു. കവിത സ്കൂളിൽ ജോയിൻ ചെയ്തതിൽ ഹാപ്പിയാണെന്ന് പറയുന്നു. അതിന് യൂണിഫോം ഇട്ടുകൊണ്ട് ഈ പുതിയ യൂണിഫോം ഇട്ടപ്പോൾ അവളെ നല്ല നീറ്റായിട്ടും ബ്രൈറ്റായിട്ടും കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. കവിത വാസ് എ പുവർ ലിറ്റിൽ ഗേൾ. She had messy hair and wore torn clothes. She loved her little brother very much. Kavita had a sweet voice and sang beautifully. She learned Anupama teacher's song very quickly. Sasha gifted her a picture storybook. Kavita was very happy to join the school. She looked neat and bright in her new school uniform. Okay. Ini Sasha, Naveen, Kavita and their friends are playing together in the school park. കവിതയും നവീനും സാഷയും എല്ലാവരും ഒരുമിച്ച് സ്കൂൾ പാർക്കിൽ കളിക്കുകയാണ്. Some children are playing with a ball. കുറച്ച് കുട്ടികൾ ബോൾ കളിക്കുന്നു. And some are riding on the swings. കുറച്ച് പേർ ഊഞ്ഞാലാടുന്നു. Write a short paragraph describing the school park. അപ്പോൾ സ്കൂൾ പാർക്കിൻ്റെ ഒരു പിക്ചർ തന്നിട്ട് അവിടെ കവിതയും നവീനും സാഷയൊക്കെ കാണിക്കുന്നു. ഊഞ്ഞാലാടുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിക്കത്തില്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഹെഡിങ് കൊടുക്കണം. ഇവിടെ സ്കൂൾ പാർക്കിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ആ പിക്ചർ എന്താണോ അത് എന്താണെന്ന് എഴുതുക. ഹെഡിങ് കൊടുക്കുക. ദ സ്കൂൾ പാർക്ക്. ദ സ്കൂൾ പാർക്ക് ഈസ് എ ലവ്ലി പ്ലേസ്. സ്കൂൾ പാർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ്. സ്കൂൾ പാർക്ക് ഈസ് എ ലവ്ലി പ്ലേസ്. സാഷ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഹാപ്പിലി ഇൻ ദ പാർക്ക്. സാഷയും അവളുടെ കൂട്ടുകാരും പാർക്കിൽ സന്തോഷത്തോടെ കളിക്കുന്നു. സാഷ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഹാപ്പിലി ഇൻ ദ പാർക്ക്. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് വിത്ത് എ ബോൾ. കുറച്ച് കുട്ടികൾ ബോൾ കളിക്കുകയാണ്. സം ചിൽഡ്രൻ ആർ പ്ലേയിങ് വിത്ത് എ ബോൾ. കുറച്ച് കുട്ടികൾ ബോൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. ആൻഡ് അതേഴ്സ് ആർ റൈഡിങ് ഓൺ ദ സ്വിങ്സ്. കുറച്ച് പേർ എന്ത് ചെയ്യാണ്? മറ്റുള്ളവർ എന്ത് ചെയ്യാണ്? സ്വിങ്സ്, ഊഞ്ഞാലാടുന്നു. ദർ ആർ കളർഫുൾ ഫ്ലവേഴ്സ്. അവിടെ നല്ല മനോഹരമായ പൂക്കളുണ്ട്. ദർ ആർ കളർഫുൾ ഫ്ലവേഴ്സ്. ആൻഡ് ടോൾ ഗ്രീൻ ട്രീസ് അറൗണ്ട്. ചുറ്റും വലിയ പച്ച നിറത്തിലുള്ള മരങ്ങളുണ്ട്. ടോൾ ഗ്രീൻ ട്രീസ് അറൗണ്ട്. പ്രെറ്റി ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് എവ്രിവെയർ. അവിടെ എല്ലായിടത്തും നല്ല പൂമ്പാറ്റകൾ പറക്കുന്നു. പ്രെറ്റി ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് എവ്രിവെയർ. ഇറ്റ് ഈസ് എ ക്ലീൻ, നല്ല വൃത്തിയുള്ള, ബ്രീസി, നല്ല കാറ്റുള്ള ആൻഡ് വണ്ടർഫുൾ പ്ലേസ് ടു പ്ലേ. കളിക്കാൻ നല്ല മനോഹരമായ സ്ഥലമാണ് സ്കൂൾ പാർക്ക്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ദ സ്കൂൾ പാർക്ക് ഈസ് എ ലവ്ലി പ്ലേസ്. Sasha and her friends are playing happily in the park. Some children are playing with a ball and others are riding on the swings. There are colorful flowers and tall green trees around. Pretty butterflies are flying everywhere. It is a clean, breezy and wonderful place to play. Okay. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ റീഡ് ആൻഡ് റൈറ്റ് ഉൾപ്പെടുത്തി, തോട്ട്സ് ഉൾപ്പെടുത്തി, കോൺവെർസേഷൻ ഉൾപ്പെടുത്തി, ക്യാരക്ടർ സ്കെച്ച് ഉൾപ്പെടുത്തി, ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടുത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.